എല്ലാ പ്രേക്ഷകർക്കും വയനാട് വിഷൻ ചാനലും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും ചേർന്ന് ഒരുക്കുന്ന ആരോഗ്യ ദർശനം സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈയൊരു എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത് ചർമ്മരോഗങ്ങൾക്കുള്ള ലേസർ ചികിത്സകൾ എന്ന വിഷയമാണ്. നമ്മൾ നിരവധി വിഷയങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ആധുനിക ടെക്നോളജിയുടെ ഒരു പുതിയ രൂപമാണ് ശരിക്കും ലേസർ ചികിത്സ എന്ന് പറയുന്നത്. വയനാട്ടിൽ ഇപ്പോൾ അതിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റും അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയിട്ടുള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലാണ്. ഈ അടുത്താണ് ഈ ഒരു വിഭാഗം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്, തുടക്കം കുറിച്ചത്. ഇന്ന് ഈ ഒരു വിഷയത്തിൽ ലേസർ ചികിത്സയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ദോഷഫലങ്ങളുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്യുകയാണ് ഈ ഒരു എപ്പിസോഡിൽ. അതിനുവേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡെർമറ്റോളജി ഡോക്ടർ അളകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ആരോഗ്യ ദർശനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ ഒരുപക്ഷെ ആദ്യത്തെ സംരംഭമാണ്. ലേസർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പലരും താഴ്നാട്ടിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ചർമ്മരോഗങ്ങളിൽ. അത് ഏതൊക്കെ ചർമ്മരോഗങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ്? അങ്ങനെ തുടങ്ങാം നമുക്ക്. ഓക്കെ, ലേസർ എന്ന പദത്തിൻ്റെ എക്സ്പാൻഷൻ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ്. എന്ന് വെച്ചാൽ പ്രകാശരശ്മികളെ ആംപ്ലിഫൈ ചെയ്ത് ഒരു ഫോക്കസ്ഡ് നൈഫായി പല പല ചർമ്മ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രധാനമായും ഇവിടെ 3 ലേസറുകളാണ് ഉള്ളത്. ഓരോ ലേസറും ഓരോ ചർമ്മ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ അമിത രോമ വളർച്ചയ്ക്കുള്ള ലേസറുണ്ട്. അത് ലേസർ ഹെയർ റിഡക്ഷനാണ് ചെയ്യുന്നത്. അതല്ലാതെ പിഗ്മെൻറ്റേഷൻ സംബന്ധിച്ച അസുഖങ്ങൾ, അതായത് കരിമംഗല്യം, ഫ്രെക്കിൾസ്, ടാറ്റു. ഇപ്പോൾ ടാറ്റു റിമൂവലും നമുക്ക് ലേസറിലൂടെ സാധ്യമാണ്. പിന്നെയുള്ളത് സ്കാറുകൾക്കുള്ള ലേസറാണ്, 3ാമത്തെ ലേസർ. അത് എല്ലാവിധ സ്കാറുകൾ എന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞിട്ടുള്ള സ്കാറുകൾ, ആക്സിഡൻറ്റ് കാരണമുള്ളത്, ഇനി അല്ലാതെ കീലോയിഡ് എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് അതിന്, പിന്നെ അരിമ്പാറ, പാലുണ്ണി, അങ്ങനത്തെ അത് റിമൂവ് ചെയ്യാനും നമ്മൾ ലേസർ ഉപയോഗിക്കും. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ലേസർ ചികിത്സകളുണ്ട് അല്ലേ? ഇപ്പോൾ ചർമ്മരോഗങ്ങളിൽ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കരിമംഗലം എന്ന് പറയുന്നത്, മൂക്കിന് ഈ ഭാഗത്തായിട്ട് കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ടൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂസ്. അപ്പോൾ ഈ ഒരു ലേസർ ചികിത്സ എങ്ങനെയാണ് ഇതിന് നമ്മളത് പ്രയോഗിക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? കരിമംഗല്യം മെയിനായിട്ട് വരാൻ കൂടുതലും സ്ത്രീകളിൽ കാണുന്ന ഒരു ചർമ്മ പ്രശ്നമാണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന് ഹോർമോണലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം പ്രഗ്നൻസിൻ്റെ സമയത്ത് അത് കൂടാം. അതുപോലെ മെനോപോസിന് ശേഷം അതൊന്ന് മങ്ങും. അപ്പോൾ കൂടുതലും ആ ഒരു ഏജിലാണ്, ഹോർമോൺസ് കൂടി നിൽക്കുന്ന ആ ഒരു ഏജിലാണ് മെലാസ്മ അഥവാ കരിമംഗല്യം കാണപ്പെടുന്നത്. ഇത് കൂടുതലും വെയിൽ കൊള്ളുന്നത് കൊണ്ടാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ നമ്മൾ ലേസർ ഇതിലൊരു അവസാന വാക്കല്ല. ലേസർ അല്ലാതെയും വേറെയും കുറേ ചികിത്സകളുണ്ട്. നമ്മൾ കുറേ ലേപനങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ സൺ പ്രൊട്ടക്ഷൻ അത് സ്ട്രിക്റ്റായിട്ട് പറയും. സൺ പ്രൊട്ടക്ഷൻ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതിനോടൊപ്പം ലേപനങ്ങളും, അതിൻ്റെ കൂടെ ലേപനത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ലേസർ ചികിത്സയും അഡ്വൈസ് ചെയ്യാണ് ചെയ്യാറ്. ആദ്യം ക്രീംസ് കൊടുക്കും. ഒരു 2-3 മാസം ക്രീംസ് കൊടുത്തതിന് ശേഷം അതിൽ റെസ്പോൺസ് കാണുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ലേസർ ചെയ്യേണ്ടതുള്ളൂ. ഒരു 30%-40% പേർക്ക് ക്രീംസ് കൊണ്ട് തന്നെ അത് നല്ല മങ്ങും. അല്ലാത്തവർക്ക് മാത്രമേ നമ്മൾ ലേസറിലേക്ക് പോവുകയുള്ളൂ. ഇപ്പോൾ പറഞ്ഞല്ലോ ലേസർ ചികിത്സ ഈ ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ആളുകൾക്ക് അതിന് സർജറിയോ മറ്റോ വന്നതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന കലകൾ, അവിടെ ഉണ്ടാകുന്ന ആ കട്ടി കൂടി ഉണങ്ങിയ സ്കാർ മാർക്ക് ഉണ്ടാവുമല്ലോ, ആ മുറിപ്പാട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലേസർ ഉപയോഗിക്കുക. ആ കട്ടി കുറഞ്ഞ് ചുറ്റുമുള്ള സ്കിന്നിന്റെ ആ ലെവലിലേക്ക് സ്കാർ താണ് അങ്ങനെയാവും. അതിന് സ്കാർ റീസർഫസിംഗ് എന്നാണ് പറയുന്നത്. അല്ലാതെ പിന്നീട് ഈ പ്രഗ്നൻസി പീരീഡ്, അതായത് പ്രസവം കഴിഞ്ഞതിന് ശേഷം അല്ലേ, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കലകൾ, അതിനും ഇത് അതെ, സ്ട്രെച്ച് മാർക്സിനും ലേപനങ്ങളുടെ ഒപ്പം തന്നെ നമുക്ക് ലേസർ ചെയ്യാവുന്നതാണ്. ആ സ്ട്രെച്ച് മാർക്സിനും അത് ഒരു സെഷൻ അല്ല, ഇതൊരു മാജിക്കൽ ട്രീറ്റ്മെന്റ് അല്ല, ഒരു സെഷൻ കൊണ്ടല്ല അത് ട്രീറ്റ്മെന്റ് വരുന്നത്. അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. കാരണം ലേസർ ചികിത്സ ഒറ്റ തവണ പോയി കഴിഞ്ഞാൽ ശരിയാവും. ശരിക്കും അതിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് വെച്ചിട്ടാണ്, ഓരോ സെഷനിലെ റെസ്പോൺസ് വെച്ചിട്ടാണ് എത്രമാത്രം സെഷൻസ് വേണം എന്നുള്ളത് നമ്മൾ പറയാം. പൊതുവേ ഒരു 5 മുതൽ 6 സെഷൻ ആകുമ്പോഴേക്കും നല്ല റെസ്പോൺസ് നമ്മൾ കാണാറുണ്ട്.
ഇപ്പോൾ ഓരോരുത്തരുടെയും സ്കിന്ന് വേറെ വേറെ ടൈപ്പ് ആയിരിക്കും അല്ലേ? ചിലർക്ക് അത് കുറച്ചും കൂടി പെട്ടെന്ന് റെഡിയാവും, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതെ അതെ, ഓരോരുത്തരുടെയും ആ ഒരു കളർ ടോൺ, ആ സ്കിൻ ടോൺ വെച്ചിട്ട് പല സ്കിൻ ടൈപ്സ് ഉണ്ട്. അപ്പം ഈ സ്കിൻ ടൈപ്പിനൊക്കെ പറ്റുന്ന ലേസറാണ് നമ്മുടെ ഭാഗത്തുള്ള ജനങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന ലേസറാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളത്. അതിൽ തന്നെ ഓരോരുത്തർക്കും നമുക്ക് ഓരോ പാരാമീറ്റേഴ്സ് അതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓരോരുടെ സ്കിന്ന് വെച്ചിട്ട് നമുക്ക് പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ടാണ് നമ്മൾ ലേസർ ചികിത്സ തുടങ്ങുന്നത്. അപ്പം എപ്പോഴും ആദ്യം തന്നെ നമ്മൾ ലേസർ ചെയ്യുകയല്ല ചെയ്യുക. ആദ്യം പേഷ്യൻറ്റിന് ഡോക്ടറായിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, ഹിസ്റ്ററി എടുത്ത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് പോലെ നമ്മൾ ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് മാത്രം, ഈ പ്രശ്നമുള്ളതിൻ്റെ ഒരു ഏരിയയിൽ മാത്രം നമ്മൾ ലേസർ അപ്ലൈ ചെയ്ത് നോക്കും. അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യും. അതിൻ്റെ ശേഷമാണ് യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ലേസർ രശ്മികൾ എന്ന് പറയുമ്പോൾ തുടക്കം മുതലേ ആളുകളിലേക്ക് ഒരു ഡൗട്ടുണ്ട്. ലേസർ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ നമ്മളിപ്പോഴും ലേസർ രശ്മി അടിക്കുന്നത് ഇപ്പോഴും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ഭയം ആളുകളിൽ ഉണ്ടാവും ലേസറിനെ കുറിച്ച് പറയുമ്പോൾ. ഈ ഇതുമായിട്ടുള്ളൊരു വ്യത്യാസം എന്താണ്? ഇത് പ്രകാശരശ്മികളാണ്, ലൈറ്റ് പോലെ തന്നെയുള്ളൊരു സംഭവമാണ് ലേസർ. പക്ഷെ റേഡിയേഷൻ അല്ല, ഇതൊരു റേഡിയേഷൻ അല്ല. പക്ഷെ കണ്ണിൽ ഇതാവരുത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ണ് മൂടിയിട്ടാണ് ചെയ്യുക. ഡോക്ടറും പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് യൂസ് ചെയ്യും. പേഷ്യൻറ്റിൻ്റെ കണ്ണും ഗോഗിൾ വെച്ച് കവർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. കാരണം കണ്ണിലേക്ക് ഇത് ഡയറക്റ്റായിട്ട് പതിച്ചു കഴിഞ്ഞാൽ റെറ്റിനയിൽ ഡാമേജ് വരാം. അല്ലാതെ ക്യാൻസർ സംബന്ധിച്ച അസുഖങ്ങളോ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരാനൊന്നും സാധ്യതയില്ല. കാരണം ഇത് റേഡിയേഷൻ അല്ല. അതുപോലെ വന്ധ്യതയും വരില്ല, കാരണം ഇത് റേഡിയേഷൻ അല്ല. പക്ഷേ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരാളിൽ നമ്മൾ ഒരിക്കലും ലേസർ അഡ്വൈസ് ചെയ്യില്ല. അതെന്താണെന്ന് വെച്ചാൽ അതിന് മതിയായ പഠനങ്ങളില്ല. അങ്ങനെയുള്ള ആൾക്കാരിൽ ലേസർ ഉപയോഗിച്ചിട്ടുള്ള പഠനങ്ങളൊന്നും ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ ലേസർ ആ ഒരു സമയത്ത് അഡ്വൈസ് ചെയ്യില്ല. ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരിലും ഇപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞ ഉടനെയൊക്കെ ആണെങ്കിൽ പ്രഗ്നന്റ് ആവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ലേസർ അഡ്വൈസ് ചെയ്യില്ല. അത് ഈ പഠനങ്ങളില്ലാത്തത് കൊണ്ടാണ്. സേഫ് ആണെന്ന് എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല. പ്രഗ്നൻസിയിൽ സേഫ് ആണെന്നത് പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രം പ്രഗ്നൻസി പീരീഡിൽ ചെയ്യാറില്ല. ഇപ്പോൾ ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴൊന്നും ഇഷ്യൂസ് ഇല്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ട്? പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ഈ പാരാമീറ്റേഴ്സ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ സൈഡ് എഫക്ട്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഈ പാരാമീറ്റേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഒന്നും വരില്ല. വരാൻ സാധ്യതയുള്ള സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളൽ വരാം. അത് പൊള്ളിയിട്ട് അത് പാടാവാം. ചിലപ്പം കറുപ്പ് കളറ് നിറം വരാം. ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ്. പക്ഷെ നമ്മൾ നല്ലൊരു സ്ഥലത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ പോസ്റ്റ് പ്രൊസീജിയർ, അതായത് പ്രൊസീജിയറിന് ശേഷം നമ്മൾ കുറച്ച് അഡ്വൈസസ് പറയും. അതായത് ഡയറക്റ്റ് വെയിലത്ത് പോകരുത്, ബീച്ച് വെക്കേഷനൊന്നും പോകരുത്, പിന്നെ മോയ്സ്ചറൈസർ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണം, സൺസ്ക്രീൻ ഉപയോഗിക്കണം, പിന്നെ ബ്യൂട്ടി പാർലറിൽ ഒരാഴ്ചത്തേക്കൊന്നും അങ്ങനെ പോകരുത്. അപ്പോൾ അങ്ങനെ കാരണം സ്കിന്ന് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവുന്ന സമയമാണ് ഈ ലേസറിന് ശേഷം. അപ്പം ഇത്രയും കാര്യങ്ങളും ഡോക്ടർ പറയുന്ന ഈ അഡ്വൈസസ് കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സൈഡ് എഫക്ട്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു തവണ അത് ചെയ്തു എന്ന് കൂട്ടുക, പക്ഷെ അതിന് ശേഷം എഗെയിൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്, വീണ്ടും അതുപോലെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു കരിമംഗലം കളഞ്ഞു അല്ലെങ്കിൽ ഇതുപോലെ പാടുകളുള്ളത് കളഞ്ഞു, അതിനുശേഷം അതാണ് ഇപ്പം കരിമംഗലത്തിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ വീണ്ടും വെയിൽ ഭയങ്കരമായിട്ട് കൊള്ളുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശ്രദ്ധ കൂടി വേണ്ടി വരും. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് വീണ്ടും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഇപ്പൊ അമിത രോമ വളർച്ചയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം എന്താന്നുള്ളത് നമ്മൾ നോക്കും. എന്ന് വെച്ചാൽ ഇത് കൂടുതലും PCOD ഉള്ളവർക്കാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെ PCOD അണ്ടർലൈങ് ആയിട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റും കൂടെ പേഷ്യന്റ് ചെയ്യണം. ലേസർ മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല, കാരണം മുടി വീണ്ടും വരും. അപ്പം അതിൻ്റെ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് കൂടെ ഇതിൻ്റെ ഒപ്പം ചെയ്തു കഴിഞ്ഞാൽ അത് ഏകദേശം റിസൾട്ട് പെർമനൻ്റ് ആയിരിക്കും. അമിത രോമ വളർച്ചയ്ക്ക് നമ്മൾ ലേസർ ഹെയർ റിമൂവൽ അല്ല, ഹെയർ റിഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ കറുത്തിരിക്കുന്ന മുടി അത് ഭയങ്കര ലൈറ്റ് കളേർഡ് ആവും, ഒരു ഏരിയയിലുള്ള ഹെയറിൻ്റെ ഡെൻസിറ്റി കുറയും. പിന്നെ ഹെയർ ഇപ്പം ഒരു പേഷ്യൻറ്റിന് ആഴ്ചയിൽ 2-3 ദിവസം കൂടുമ്പം വളരെ ക്വിക്കായി ഹെയർ വളരുന്നുണ്ടെങ്കിൽ
അതിൻ്റെ ആ ഒരു ടൈം ചിലപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസമായിട്ട് നമുക്ക് അത്രയും മാറ്റം കിട്ടും. അപ്പം ഇപ്പം എല്ലാ ആഴ്ചയും ത്രെഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് 6 മാസം 1 വർഷത്തേക്കൊക്കെ ഗ്രോത്ത് സ്ലോ ആയിട്ട് കിട്ടും. ഇപ്പൊ ഈ ലേസർ ചികിത്സ ഇപ്പൊ നമ്മൾ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഹെയർ അല്ലെ ഗ്രോത്തിന്റെ ആണ് കുറയ്ക്കും. പിന്നെ ഒന്ന് നമ്മുടെ പാടുകൾ അല്ലെ, കരിമംഗലം പോലെയുള്ള പാടുകൾ, പിന്നെ ആക്സിഡന്റിൽ സംഭവിക്കുന്ന പാടുകൾ, ഇതിനാണ് പ്രധാനപ്പെട്ട ഇത് ഉപയോഗിക്കുന്നത്. ടാറ്റു, അതൊരു പ്രധാനപ്പെട്ട പോയിട്ടാണ്. ഇപ്പൊ ടാറ്റു പലരും ചെയ്തിട്ട് പിന്നീട് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ. അപ്പൊ ആ ടാറ്റു ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി അവിടെ പാടുകളൊന്നും ഇല്ലാത്ത രീതിയിലാണ്. ടാറ്റുവിൻ്റെത് കൂടുതലും പച്ച കളർ ടാറ്റു ആണ്. സിംഗിൾ കളർ ടാറ്റു നമുക്ക് എളുപ്പത്തിൽ കുറച്ച് സെഷൻസ് മതി സിംഗിൾ കളർ ടാറ്റു റിമൂവ് ചെയ്യാൻ. പക്ഷേ റെഡും ഓറഞ്ചും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ മൾട്ടി കളർ ടാറ്റൂസ് ചെയ്യുന്നവരുണ്ട്, പല കളറിലുള്ള ടാറ്റു. അതിനും കുറച്ച് അധികം സെഷൻസ് ആവശ്യം വരും. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് കൂടുതലും ഈ സൈനിക ഇതിലേക്ക് പോകുന്നവര്, പിന്നെ പുറം രാജ്യങ്ങളിലേക്ക്, ചില രാജ്യങ്ങളിൽ ടാറ്റു സമ്മതിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ട് നമ്മളടുത്ത് റിമൂവ് ചെയ്യാൻ വേണ്ടി വരാറ്. അത് പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാൻ കുറച്ച് റിസ്കി. അതൊരൊറ്റ സിറ്റിംഗിൽ സാധിക്കുമോ? ഇല്ല, അത് സിറ്റിംഗിൽ സാധിക്കില്ല. അതിന് മൾട്ടിപ്പിൾ സിറ്റിംഗ്സ് ആവശ്യമാണ്. ഈ എല്ലാ രോഗങ്ങളുടെയും, ഈ പറഞ്ഞ പല രോഗങ്ങളുടെയും എല്ലാത്തിനും ഒരൊറ്റ സമയത്ത് നടക്കില്ല. ഇല്ല. ഇപ്പൊ ഒരു കരിമംഗലമൊക്കെ ആണെങ്കിൽ സ്കിന്നിന്റെ ടൈപ്പ് നോക്കിയിട്ട് തന്നെയാണ് അത് എത്ര തവണ വേണം എന്നുള്ളത് നോക്കുന്നത്. അതെ, നമ്മുടെ സെൻസിറ്റീവ് സ്കിൻ ആണോ അതോ അതിന്റെ ഡെപ്ത് എത്രയുണ്ട്. ഈ കരിമംഗലം നമ്മളെ സ്കിന്നിന് മെയിനായിട്ട് 2 പാളികളാണ്, എപ്പിഡെർമിസ്, ഡെർമിസ്. അതിപ്പം എപ്പിഡെർമിസിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ, അത് ഏറ്റവും മുകളിലത്തെ ലെയറാണ്. കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ടൈപ്പ് ആണെങ്കിൽ അതിന് കൂടുതൽ സെഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ജനങ്ങളിലേക്ക് ഈ ആധുനിക ചികിത്സാ രീതികൾ ഏറ്റവും കൺഫ്യൂഷനും അല്ലെങ്കിൽ ഒരു അങ്കലാപ്പും ഉണ്ടാക്കുന്നത് അതിൻ്റെ കോസ്റ്റാണ്. ഈ ഒരു കോസ്റ്റ്ലി എങ്ങനെയായിരിക്കും ഇത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ ഇതിൻ്റെ കോസ്റ്റൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രശ്നം വരാൻ സാധ്യതയില്ല. ഒരു ക്രീം ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതെ, അതുണ്ടാവും. ഇതിപ്പോൾ നമ്മളെ തുടക്കമാണല്ലോ, എല്ലാ എക്യുപ്മെന്റും ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം ഉണ്ട്. നമുക്ക് 3 എക്വിപ്മെന്റ്സ് ആണുള്ളത്. ഒന്ന് ഡയോഡ് ലേസർ, അതാണ് അമിത രോമ വളർച്ചേണ്ടത്. പിന്നെ പൈക്കോ സെക്കൻഡ് എൻഡിയാഗ് ലേസർ, അതാണ് ഈ കരിമംഗല്യം, ടാറ്റു, കാർബൺ പീൽ എന്നൊക്കെയുള്ള ചികിത്സയ്ക്കുള്ളത്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ലേസറാണ് ഉള്ളത്. കാർബൺ പീലാണ് മറ്റൊരു ആധുനികമായിട്ടുള്ളൊരു ഇതുള്ളത്. അത് ഈ ഇൻസ്റ്റന്റ് സ്കിൻ ഗ്ലോ, പിന്നെ ഈ വെയിൽ കൊണ്ടുള്ള കരുവാളിപ്പ്, അതിന് വേണ്ടിയിട്ടാണ് ഈ കാർബൺ പീൽ അല്ലെങ്കിൽ ഹോളിവുഡ് പീൽ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കാർബൺ ഒരു ലിക്വിഡ് മുഖത്ത് തേക്കും. ഒരു 15 മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം നമ്മൾ ലേസർ ഉപയോഗിച്ച് ആ കാർബൺ പാർട്ടിക്കിൾസിനെ സ്കിന്നിലേക്ക് ഇറക്കി അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരു 3-4 സെഷൻസ് കഴിയുമ്പോൾ തന്നെ ഈ ഇൻസ്റ്റന്റ് ഗ്ലോ, ഒരു സ്കിൻ, നമുക്കൊരു പരിപാടിക്ക് പോകണം, കല്യാണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കാർബൺ പീൽ. അത് എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? അത് 2 ആഴ്ചയോ 3 ആഴ്ചയോ കൂടുമ്പോൾ നമുക്ക് ചെയ്യാം. അതിന്റെ ഒരു എഫക്റ്റ് ഒരു 2-3 മാസം നമുക്ക് ഉണ്ടാവും. പിന്നെ മെയിൻ്റനൻസ് സെഷൻസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അത് ഇപ്പൊ ഈ വെയിലൊക്കെ ഏറ്റവും കൂടുതൽ ചൂട് പിടിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അല്ലേ? ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും വെയിലത്തേക്ക് ഇറങ്ങുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അത് 4 മണിക്കൂർ ഇടവിട്ട് യൂസ് ചെയ്യണം. അതാണ് മെയിൻ ആയിട്ട്. അപ്പോൾ നമ്മൾ വെയിലത്തിറങ്ങി ഓഫീസിലോട്ട് കയറിയാൽ ഒരു 4 hours അത് ക്ലിയർ ചെയ്യണം. അത് ചെയ്യണം. നമ്മൾ വേർക്കുന്നതിനനുസരിച്ച് നമ്മളത് ഇട്ട് കൊടുക്കണം. പിന്നെ വെയിലത്തേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും കുട യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഫുൾ സ്ലീവ് ഡ്രസ്സ് യൂസ് ചെയ്യുക, ഷൂ യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് ബൈക്കിൽ പോകുന്നവർക്കൊക്കെയാണ് ഈ ഇവിടെ കൂടുതലായിട്ടുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ കൂടുതൽ ഗ്ലൗ ഒക്കെ യൂസ് ചെയ്ത് പോവാം. ഇപ്പോൾ ലേസർ ട്രീറ്റ്മെന്റ് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട്? ഏകദേശം ഒരുവിധം എല്ലാ, ഇവിടെ ഇപ്പോൾ വയനാട്ടിലാണ് ഇപ്പോൾ ഇത്രയും വൈകി വന്നത്. ബാക്കി എല്ലായിടത്തും ലേസർ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെന്റ് ഇതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ പീലിന്റെ പോലെ തന്നെ ലേസറും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ലേറ്റ് ആയി എന്ന് മാത്രം. പിന്നെ ഈ ലേസർ ചികിത്സയിലൂടെ നമുക്ക് എത്രത്തോളം ഈ സ്കിന്നിന് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുള്ളതായിട്ട് എന്തെങ്കിലും പഠനങ്ങളുണ്ട്? ഇല്ല, ലേസർ കാരണം ലേസർ സ്കിന്നിന്റെ ആ ഒരു കട്ടിയിൽ മാത്രം പെനിട്രേറ്റ് ചെയ്യുന്ന രശ്മികളാണ് ഉള്ളത്. എന്നുവെച്ചാൽ എപ്പിഡെർമിസ്, ഡെർമിസ് അത്ര മാത്രം പെനിട്രേറ്റ് ചെയ്യുന്ന രശ്മികളാണ് ഉള്ളത്. അത് കാരണം വേറെ കുഴപ്പങ്ങളൊന്നും വന്നതായിട്ട് പഠനങ്ങളൊന്നും ഇല്ല.
ഓക്കെ, അപ്പോൾ ലേസർ ചികിത്സ അല്ലെങ്കിൽ ചർമ്മരോഗങ്ങൾക്കുള്ള ലേസർ ചികിത്സ ഒരു വിഷയത്തിലാണ് നമ്മൾ ചർച്ച നടത്തിയത്. വലിയ രീതിയിലുള്ള കോൺസിക്വൻസസ് ഒന്നുമില്ലാതെ വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ലേസർ ചികിത്സയിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പാടുകളും അതുപോലെ കരിമംഗലം പോലെയുള്ള കുറേ സങ്കീർണമായ പ്രശ്നങ്ങൾ സാധാരണക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെയുള്ള പ്രതിവിധി ഈ ലേസർ ചികിത്സയിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ആ ഒരു സെക്ഷൻ കൂടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ലേസർ ചികിത്സ ചർമ്മരോഗങ്ങൾക്കുള്ളത്. വളരെ നല്ല ഡോക്ടേഴ്സ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് നേതൃത്വം നൽകുന്ന ഈ വിഭാഗത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിഭാഗവും കൂടി ആരോഗ്യ ദർശനത്തിലൂടെ ഇന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു ഡോക്ടറുമായി കാണാം. അതുവരെ ഇന്ന് പങ്കെടുത്ത ഡോക്ടർ അളക, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.